ഇടിയഞ്ചിറ റെഗുലേറ്റർ നിർമ്മാണം മാർച്ച് പകുതിയോടെ പൂർത്തിയാകുമെന്ന് മുരളി പെരുന്നെല്ലി MLA പ്രവർത്തന പുരോഗതി വിലയിരുത്താൻ സ്ഥലം സന്ദർശിച്ചപ്പോഴാണ് MLA ഇക്കാര്യം പ്രൈം ടിവിയോട് വ്യക്തമാക്കിയത്. കുടിവെള്ളം കയറുന്നത് തടയുന്നതിനും ആവശ്യമായ ജലം സംഭരിച്ചു നിർത്തുന്നതിനും പ്രധാനപ്പെട്ട 2 റെഗുലേറ്ററുകളാണ് പ്രവർത്തിക്കുന്നത്. അതിലൊന്ന് ഇടിയഞ്ചിറ റെഗുലേറ്ററിൻ്റെ ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇടിയഞ്ചിറ റെഗുലേറ്ററിൻ്റെ നിർമ്മാണമല്ല, അതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സിവിൽ വർക്കിന് വേണ്ടി 2.42 കോടി രൂപയും അതുപോലെ മെക്കാനിക്കൽ വർക്കിന് വേണ്ടി 2.62 കോടി രൂപയും സർക്കാർ അനുവദിച്ച് അതതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. കാലവർഷം ശക്തിപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായതോടുകൂടി നിർമ്മാണ പ്രവർത്തനം ഇടയ്ക്കൊന്ന് സ്തംഭിച്ചു പോകേണ്ട ഗതികേടുണ്ടായി. ഇപ്പോൾ കിട്ടിയുയർത്തിയിരിക്കുന്ന ഈ താൽക്കാലിക ഫണ്ട് അത് പൊട്ടിച്ചു കളഞ്ഞ് വെള്ളം ഒഴുക്കിക്കളയേണ്ട അവസ്ഥ വന്നു. അതും മറികടന്ന് വീണ്ടും ഇപ്പോൾ പണി ആരംഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകദേശം അവസാന ഘട്ടത്തിൽ ഏകദേശം മാർച്ച് 15 പണി പൂർത്തീകരിക്കുമെന്നാണ് ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ പറയുന്നത്. ഇവിടെ ഇപ്പോൾ എല്ലാ വർക്കുകളും കഴിഞ്ഞു. ഇപ്പോൾ ക്ലീനിങ് വർക്കുകളാണ് നടക്കുന്നത്. ആ ക്ലീനിങ് വർക്ക് കഴിഞ്ഞാൽ ഇത് സൈറ്റ് മറ്റേ മെക്കാനിക്കൽ വിഭാഗത്തിന് കൈമാറും. കാരണം ഷട്ടർ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് പകുതിയോളം വരുന്ന മോട്ടോർ ഇവിടുത്തെ പഴയ പോലെയല്ല റെഗുലേറ്റർ, പഴയ മാനുവൽ വർക്കിലായിരുന്നു. മണിക്കൂറിൽ തിരിച്ചാലാണ് 1 സെൻറ്റിമീറ്റർ ഷട്ടർ പൊങ്ങുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. അതിനായിട്ടുള്ള പ്രളയ കാലഘട്ടത്തിൽ നമ്മളിത് അനുഭവിച്ചതാണ്. ഇത്തവണ അതല്ല, മെക്കാനിക്കൽ വർക്കുകളാണ്. എല്ലാ ഇതിലും 32 ഷട്ടറിന് 32 മോട്ടോറുകൾ, പകുതി മോട്ടോറുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അടിയന്തരമായിട്ടും ബാക്കിയും സ്ഥാപിച്ചു കഴിയും. ഷട്ടർ പൂർത്തീകരിക്കുന്നതോടുകൂടി നമ്മുടെ പ്രദേശത്ത് ഉപ്പുവെള്ളം കയറുന്നത് തടയാനും നമുക്ക് ആവശ്യമായ ജലം സംഭരിച്ചു നിർത്താനും കഴിയാവുന്ന രൂപത്തിലേക്ക് ഈ റെഗുലേറ്റർ കൃഷി മേഖലയ്ക്ക് മാത്രമല്ല കുടിവെള്ള രംഗത്തും വളരെ പ്രയോജനകരമാകുമെന്നാണ് പറയാനുള്ളത്. സിവിൽ പ്രവൃത്തിക്ക് 2.42 കോടിയും മെക്കാനിക്കൽ പ്രവൃത്തികൾക്ക് 2.62 കോടിയും വകയിരുത്തിയാണ് റെഗുലേറ്ററിന്റെ നവീകരണ പ്രവൃത്തികൾ നടക്കുന്നത്. കഴിഞ്ഞ വർഷം നിർമ്മാണം പൂർത്തീകരിക്കുന്ന അവസാന ഘട്ടത്തിൽ ശക്തമായ വേലിയേറ്റത്തെ തുടർന്ന് പടിഞ്ഞാറ് ഭാഗത്തെ ബണ്ട് തകർന്ന് നിർമ്മാണ പ്രവർത്തനം പൂർണ്ണമായി നിലയ്ക്കുകയായിരുന്നു. റെഗുലേറ്ററിന് താഴെ വെള്ളം നിറഞ്ഞതോടെ 1 വർഷം കൂടിയാണ് പ്രവർത്തികൾ പൂർത്തീകരിക്കാൻ കാത്തിരിക്കേണ്ടി വന്നത്. 32 ഷട്ടറുകളുള്ള റെഗുലേറ്ററിൽ നിലവിൽ പകുതിയോളം ഭാഗം മോട്ടോർ സ്ഥാപിച്ചു കഴിഞ്ഞു. മറ്റു മോട്ടോറുകൾ അടുത്ത ദിവസങ്ങളിൽ സ്ഥാപിക്കും. നിർമ്മാണം പൂർത്തിയായാൽ കാർഷിക മേഖലയ്ക്കും ജലസ്രോതസ്സുകൾക്കും ഗുണകരമാകും.